നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡിൽ വോൾട്ടേജ് റെഗുലേഷൻ ആണ്. ആ വോൾട്ടേജ് റെഗുലേഷൻ തന്നെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഫോർ ലാഗിങ് പവർ ഫാക്ടർ ഉണ്ട്, ഫോർ ലീഡിങ് പവർ ഫാക്ടർ ഉണ്ട്. ഇത് ഏപ്രിൽ 2018 പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ നോക്കാം. നോർമലി വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് ഡിഫൈൻഡ് ആസ് no load minus full load divided by no load into 100. No load minus full load എന്നൊക്കെ പറഞ്ഞാൽ വോൾട്ടേജസ് ആണ്. No load voltage minus full load voltage divided by no load voltage divided by full load voltage into 100%. അതായത് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ VR ഈക്വൽ ടു E2 മൈനസ് V2 ബൈ V2 ഇൻറ്റു 100%. ഇതാണ് വോൾട്ടേജ് റെഗുലേഷൻ. നോ ലോഡ് മൈനസ് ഫുൾ ലോഡ് ബൈ ഫുൾ ലോഡ് ഇൻറ്റു 100%. ഇനി നമുക്ക് ആദ്യം ഫോർ ലാഗിങ് പവർ ഫാക്ടർ നോക്കാം. ഫോർ ലാഗിങ് പവർ ഫാക്ടർ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ള ഫേസർ ഡയഗ്രാം കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് V2 നിന്നാണ്. ഇതാണ് സെക്കൻഡറി സൈഡിലെ ടെർമിനൽ വോൾട്ടേജ് V2. ലാഗിങ് പവർ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ V2നെ I2 എന്ത് ചെയ്യാൻ തുടങ്ങും? ലാഗ് ചെയ്തിട്ടാണ് വരിക. V2നെ I2 നമ്മൾ കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് പവർ ഫാക്ടർ ലാഗിങ് ആണോ ലീഡിങ് ആണോ എന്നൊക്കെ പറയുക. അപ്പോൾ V2നെ I2 ബൈ ആൻ ആംഗിൾ θ2 അത് ലാഗ് ചെയ്തു. ഇനി I2ൻ്റെ അതേ പാരലായിട്ടാണ് ആര് വരിക? 2 ഡ്രോപ്പാണ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ സൈഡിലുണ്ടാവുക. ഒന്ന് I2 R2. അപ്പോൾ I2ന് പാരലായിട്ട് തന്നെ വരയ്ക്കുക I2 R2. ഇനി അതിന് എക്സാക്ട്ലി 90 ഡിഗ്രി ആയിട്ട് I2 X2 ഉണ്ടാവും. ഇപ്പോൾ 2 ഡ്രോപ്പ് ഉണ്ട്. V2 പ്ലസ് I2 R2 പ്ലസ് I2 X2. ഇത്രയും ടേംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആര് കിട്ടും? EMF അല്ലെങ്കിൽ നോ ലോഡ് വോൾട്ടേജ് E2 കിട്ടും. അപ്പോൾ V2 പ്ലസ് I2 R2 പ്ലസ് I2 X2 ആണ് E2. ഇനി E2 ആൻഡ് V2ൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് ഡെൽറ്റ. ആംഗിൾ ബിറ്റ്വീൻ E2 ആൻഡ് V2 ഇസ് ടേംഡ് ആസ് ഡെൽറ്റ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാകും വിചാരിക്കുന്നു. V2 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ലാഗിങ് ആയതുകൊണ്ട് I2 ലാഗ് ചെയ്ത് വരച്ചു ബൈ ആൻ ആംഗിൾ θ2. I2ന് പാരലായിട്ടാണ് I2 R2. കറക്റ്റ് അതിന് എക്സാക്ട്ലി 90 ഡിഗ്രി ആയിട്ട് I2 X2. അത് ആഡ് ചെയ്യുമ്പോൾ V2 പ്ലസ് I2 R2 പ്ലസ് I2 X2 ആണ് E2. ഇത് O, ഇത് D, C, ഇത് A. V2 വരെയുള്ളത് OA, പോയിൻ്റ് A ആണിത്. C, ഇത് F, ഈ പോയിൻ്റ് E. അപ്പോൾ O, D, ഇത് C, F, B, E, I2 R2ൻ്റെ പോയിൻ്റ് E, പിന്നെ ഈ പോയിൻ്റ് V2ൻ്റെ പോയിൻ്റ് A. അപ്പോൾ ഇത്രയാണ് ഫേസർ ഡയഗ്രാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൽ നിന്ന് OC എഴുതാം. OC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഒക്കെ O തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? OA പ്ലസ് AB പ്ലസ് BC എന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. OA പ്ലസ് AB പ്ലസ് BC അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതിൽ OA എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയാണ്? ഫേസർ ഡയഗ്രത്തിൽ നിന്ന് O തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് V2 ആണ്. OA ഈക്വൽ ടു V2. ഇനി AB നോക്കാം. AB നോക്കാനായിട്ട് ഈ ട്രയാങ്കിൾ നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എക്സാക്ട്ലി 90 ഡിഗ്രിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 90 ഡിഗ്രി ഉള്ള ഈ ഒരു ട്രയാങ്കിളാണ് ABE എന്ന് പറയുന്ന ട്രയാങ്കിൾ. BEA. ഇനി θ2 ഇവിടെയും വരും. പാരലൽ ലൈനിൻ്റെ ഇക്വേഷൻ വെച്ച് ഇവിടെ θ2 വരും. ഈ ആംഗിളും θ2 വരും. സോ ഇത് θ2 ആണ്, ഇത് θ2 ആണ്. അപ്പോൾ ഈ ആംഗിളാണ് θ2. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് AB എന്ന് പറയുന്നത് എന്താണ്? θ2ൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ AB ഈക്വൽ ടു AE കോസ് θ2. AE എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ AE ഇൻറ്റു
കോസ് തീറ്റ ടു അല്ലേ, അഡ്ജസൻറ്റ് സൈഡിലാണ് എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എ ഇ കോസ് തീറ്റ ടു. എ ഇ എന്ന് പറഞ്ഞ ലെങ്ത് എത്രയാണ്? എ ഇ ഈക്വൽ ടു I2 R2 ആണ്. അപ്പോൾ I2R2 കോസ് തീറ്റ ടു എന്ന് കിട്ടും. ഇനി ബി സി നോക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ ബി സി ഒരു എ ബി പ്ലസ് ബി സി. ബി സി എന്ന് പറയുന്നത് ഇതുപോലെ ഈ ട്രയാങ്കിൾ നോക്കാം, ഡി ഇ എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കാം. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി അല്ലേ, ഇവിടെയാണ് തീറ്റ ടു. അപ്പോൾ അതിൽ ബി സി ഡി ഇ സൈൻ, ഓക്കെ, ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ബി സി ഈക്വൽ ടു ഡി ഇ സൈൻ തീറ്റ ടു. ഈ പോയിൻ്റാണ് ബി കേട്ടോ, ഈ പോയിൻ്റ്. ഇത് എക്സാക്ട്ലി 90 ഡിഗ്രി ആണല്ലോ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. ഓക്കെ, ഡി ഇ സൈൻ തീറ്റ ടു. ഡി ഇ സൈൻ തീറ്റ ടുവിൽ ഡി ഇ എന്ന് പറഞ്ഞ ലെങ്ത്ത് I2X2 ആണ്. അപ്പോൾ I2X2 സൈൻ തീറ്റ ടു എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഈ ചെറിയ ട്രയാങ്കിളിൽ നിന്നാണ് നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് എ ബി ഇ എന്നുള്ള ഈ ട്രയാങ്കിളിൽ നിന്നാണ് നമുക്ക് ആര് കിട്ടുന്നത്? എ ബി ഈക്വൾ ടു I2R2 കോസ് തീറ്റ ടു. പിന്നെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു നമ്മൾ. ഇനി ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡി ഇ സൈൻ തീറ്റ ടു എന്ന് കിട്ടും. അപ്പോൾ I2X2 സൈൻ തീറ്റ ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ഈ കേസിൽ ഡെൽറ്റ എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. അതായത് ആംഗിൾ ബിറ്റ്വീൻ E2 ആൻഡ് V2 എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒ സി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒ ഡി ആയിരിക്കും. ഒ ഡി എന്ന് പറയുന്നത് ഒ സിയോട് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതായത് ഈ ആംഗിൾ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനും പാരലൽ പോലെ, അതായത് ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് അർത്ഥം. ഇനി ഒ ഡി എന്ന് പറഞ്ഞാൽ ആരാ? E2 ആണ്. ഒ ഡി ഈക്വൽ ടു E2. അപ്പോൾ E2 ഈക്വൽ ടു ഒ സി. ഒ സി എന്ന് പറയുന്നത് എന്ത് വരും? V2 പ്ലസ് അല്ലേ, ഒ സി എന്ന് പറഞ്ഞാൽ OA പ്ലസ് AB പ്ലസ് ബി സി ആണ്. അപ്പോൾ OA V2 പ്ലസ് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, I2R2 കോസ് തീറ്റ ടു പ്ലസ് I2X2 സൈൻ തീറ്റ ടു എന്ന് കിട്ടും E2. ഇനി നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ അനുസരിച്ച് VR ഈക്വൽ ടു E2 മൈനസ് V2 എന്നാണ്. അപ്പോൾ V2 പ്ലസ് I2R2 കോസ് തീറ്റ ടു പ്ലസ് I2X2 സൈൻ തീറ്റ ടു മൈനസ് V2 ഓൾ ഡിവൈഡഡ് ബൈ V2. അപ്പോൾ ഈ V2 ക്യാൻസൽ ആവും. അതായത് നമ്മുടെ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഈക്വൽ ടു I2R2 കോസ് തീറ്റ ടു പ്ലസ് I2X2 സൈൻ തീറ്റ ടു ബൈ V2 ഇൻറ്റു 100% കൂടെ ചെയ്യാം, ഇൻറ്റു 100% കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഫോർ വോൾട്ടേജ് റെഗുലേഷൻ ഇൻ ലാഗിങ് പവർ ഫാക്ടർ. അപ്പോൾ ലാഗിങ് പവർ ഫാക്ടറിലോടുള്ള ഒരു ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷനാണിത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ആരെ നോക്കണം? ലീഡിങ് നോക്കണം. ഫോർ ലീഡിങ് പവർ ഫാക്ടർ നമുക്ക് ആദ്യം ഇതുപോലെ തന്നെ ഫേസർ ഡയഗ്രം വരച്ചിട്ട് വേണം നിങ്ങൾ രണ്ടും ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഫേസർ ഡയഗ്രം നോക്കാം. ലീഡിങ് പവർ ഫാക്ടർ ആകുമ്പോൾ ഇതാണ് എൻ്റെ V2. എപ്പോഴും ഞാൻ V2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീഡിങ് ആകുമ്പോൾ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ലീഡിങ് ആകുമ്പോൾ എന്താവും? കറൻറ്റ് വോൾട്ടേജിനെ ലീഡ് ചെയ്തു I2ന് പാരലായിട്ട് ഞാൻ I2R2 മാർക്ക് ചെയ്തു. അതിന്
എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് I2 X2 വരയ്ക്കുക. ഇനി V2 + I2 R2 + I2 X2 ആണ് നമ്മുടെ E2. E2 മാർക്ക് ചെയ്തു. ഇനി V2നും I2നും ഇടയ്ക്കുള്ള ആംഗിൾ θ2, E2നും V2നും ഇടയ്ക്കുള്ള ആംഗിൾ ഡെൽറ്റ. അത്രയും മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ട്രയാങ്കിൾസ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെയും θ2 വരും. ഈ പോയിന്റ് എ, ഇത് ബി, ഇത് ഇ. നേരത്തെ ഇട്ട പോലെ തന്നെ നെയിമിങ് കൊടുക്കുക. പി, എഫ്, സി. ദിസ് ആംഗിൾ വിൽ ബി θ2. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ നോക്കാം. ഈ ലെങ്ത് ആണ് I2 R2. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. OC എന്ന് പറഞ്ഞ ലെങ്ത് തന്നെ നോക്കാം. OC എന്ന് പറയുന്നത് OC = ടോട്ടൽ ലെങ്ത്ത് O അല്ലേ, OA ഉണ്ട് പ്ലസ് AB ഉണ്ട്. OA + AB. നമ്മൾ V2 കിട്ടുന്ന തരത്തിലാണ് ഈ OA എടുക്കുന്നത് കേട്ടോ. OA + AB അല്ലേ. OA + AB എന്ന് പറയുമ്പോൾ ടോട്ടലായി. അതിൽ നിന്ന് ആര് മൈനസ് ചെയ്യണം? BC കുറയ്ക്കണം നമുക്ക്. OC ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്തപ്പോൾ OA + AB എന്ന് പറയുമ്പോൾ O തൊട്ട് B വരെ, അതിൽ നിന്ന് B തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് OC കിട്ടും, -BC. ഇനി OA = V2. AB നോക്കണം. ഇനി AB നോക്കുക. ഈ ട്രയാങ്കിൾ നോക്കുക. ഇവിടെയാണ് 90 ഡിഗ്രി. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. AB = AE cos θ2 അല്ലേ. AB എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. അതായത് I2 R2 cos θ2 എന്ന് കിട്ടും. ഇനി BC = BC, B തൊട്ട് C വരുന്ന ട്രയാങ്കിൾ നോക്കണം. BC. BC = DE. ഈ ടേം BCയുടെ ഈ ലെങ്ത് ആണ് ഇവിടെ വരിക, ഇവിടെ വരിക. ഈ BC എന്ന് പറഞ്ഞ ലെങ്ത് തന്നെയാണ് ഇതും EF എന്ന് പറയുന്നത്. അപ്പോൾ BC = ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡാണ്, അതായത് θ2ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഹൈപ്പോട്ടന്യൂസ് ആരാ? D ആണ്. ഈ ട്രയാങ്കിൾ എടുത്താൽ അപ്പോൾ DE sin θ2. അപ്പോൾ DE എന്ന് പറഞ്ഞാൽ I2 X2 ആണ്. അപ്പോൾ I2 X2 sin θ2 അല്ലേ. DE എന്ന് പറയുന്നത് I2 X2 ആണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യാം? കൺസിഡർ, നേരത്തെ എടുത്ത അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡെൽറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ OC വിൽ ബി ഈക്വൽ ടു OD. അപ്രോക്സിമേറ്റ്ലി ഡെൽറ്റ 0 ആയി കഴിഞ്ഞാൽ OD എന്ന് പറയുന്ന ആംഗിൾ OCക്ക് പാരലൽ ആയി എന്നർത്ഥം. OCയും ODയും ആംഗിൾസ് 0 ആവാന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസ് എന്നർത്ഥം. അതായത് OCയുടെ ലെങ്ത് ODയുടെ ലെങ്ത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതിൽ OD ആരായിരുന്നു? E2. E2 = OC കിട്ടും. OC എന്ന് പറഞ്ഞാൽ OA + AB - BC ആണ്. OAയുടെ പ്ലേസിൽ V2 കൊടുക്കുക, പ്ലസ് ABയുടെ പ്ലേസിൽ I2 R2 cos θ2 കൊടുക്കുക, മൈനസ് BCയുടെ സ്ഥാനത്ത് I2 X2 sin θ2 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ ഈക്വൽ ടു എന്ത് വരും? E2 - V2/V2 എന്നാണ് ബേസിക് ഇക്വേഷൻ. അതിന് മാറ്റമൊന്നുമില്ല. cos θ2 - I2 X2 sin θ2 - V2 all divided by V2. V + V2 - V2 ക്യാൻസൽ ആവും. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് I2 R2 cos θ2 - I2 X2 sin θ2 all divided by V2 into 100%. ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഫോർ എ ലീഡിംഗ് പവർ ഫാക്ടർ ആണെങ്കിൽ I2 R2 cos θ2 - I2 X2 sin θ2 by V2 into 100%. അപ്പോൾ നമുക്ക്
കോമൺ ആയിട്ട് പറയുമ്പോൾ എന്ത് പറയാം വോൾട്ടേജ് റിലേഷൻ എന്ന് പറയുന്നത് I2R2 cos θ2 പ്ലസ് ഓർ മൈനസ് I2X2 sin θ2 ബൈ V2 എന്നാണ്. അതിൽ പ്ലസ് ആണെങ്കിൽ ലാഗിങ് പവർ ഫാക്ടറും മൈനസ് ആണെങ്കിൽ ലീഡിങ് പവർ ഫാക്ടറാണ്. അപ്പം അങ്ങനെയും പറയാം. സെൻറ്ററിലെ സൈൻ മാത്രമേ പറഞ്ഞുള്ളൂ. ലീഡിങ് ആകുമ്പോൾ മൈനസ് ആവും, ലാഗിങ് ആണെങ്കിൽ പ്ലസ് ആവും. ഇതാണ് ഒരു ലാഗിങ് ആൻഡ് ലീഡിങ് പവർ ഫാക്ടർ ലോഡ്സിന് കറസ്പോണ്ടിങ് ഉള്ള വോൾട്ടേജ് റെഗുലേഷൻ്റെ ഡെറിവേഷൻ. ഇതെല്ലാവരും ഡിറൈവ് ചെയ്ത് ഫേസർ ഡയഗ്രം വരച്ച് പഠിക്കുക, ഡിറൈവ് ചെയ്ത് പഠിക്കുക. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം.